മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സത്യപ്രതിജ്ഞ ചടങ്ങിൽ നമ്മുടെ കേരളത്തിലുടനീളം കേരളക്കരയൊന്നടങ്കം കണ്ട സുന്ദരമായൊരു നിമിഷമില്ലായിരുന്നു. നമ്മുടെ വന്ദേ മാതരം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും അതിൻ്റെ എല്ലാ വരികളും പൂർണ്ണമായിട്ട് ആലപിച്ചത് സകലരും കേട്ടതല്ലേ. ആ സമയത്ത് രാഹുൽ ഗാന്ധി മുതൽ മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളുടെ മോന്ത നിങ്ങളൊക്കെ കണ്ടിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും അന്നത്തെ മുസ്ലിം ലീഗ് ശക്തമായിട്ട് വന്ദേ മാതരത്തിന് എതിരെ നിന്നിരുന്നു. ഇന്നത്തെ മുസ്ലിം ലീഗും വന്ദേ മാതരത്തെ എതിർക്കുന്നു എന്നുള്ളതും സകലരും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കേന്ദ്രം വന്ദേ മാതരവും ഔദ്യോഗികമായിട്ട് ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള പദവി വന്ദേ മാതരത്തിനൊക്കെ കൊടുക്കുന്നു, നിയമമാക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മുടെ കേരളത്തിലൊക്കെ UDFന്റെ ആളുകൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരൊക്കെ പറയാറുണ്ടായിരുന്നു, ഞങ്ങളുടെ കേരളത്തിൽ അതൊന്നും നടക്കില്ല, ഞങ്ങളുടെ കേരളത്തിൽ ഞങ്ങളങ്ങ് മലമറിക്കും എന്നൊക്കെ നിരന്തരം പറയാറുണ്ടായിരുന്നു. അവരുടെയൊക്കെ മണ്ടക്ക് അടി കിട്ടിയതുപോലെയല്ലേ സത്യപ്രതിജ്ഞ ചടങ്ങിന് തന്നെ. അതായത് കേരളക്കര ഒന്നടങ്കം നോക്കി നിൽക്കുന്ന സുന്ദരമായ സമയത്ത് വന്ദേ മാതരം അതിന്റെ എല്ലാ പ്രൗഢിയോട് കൂടിയിട്ടും അതങ്ങ് ആലപിച്ചില്ലേ, അതെല്ലാ ആളുകളും കേട്ടില്ലേ. ഇപ്പോ എന്തു പറയുന്നു, രാജ്യത്തൊരു നിയമം വന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ശേഷിയുള്ള ആളുകള് നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിട്ടും എത്തിയിട്ടുണ്ട്. സകലരും തിരിച്ചറിയണം, ഈ ആരിഫ് മുഹമ്മദ് ഖാന് നമ്മുടെ കേരളത്തിന്റെ ഗവർണറായ സമയത്ത് ഇവിടെയുള്ള UDFകാരൊക്കെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങ് മാറി ബീഹാറിലേക്ക് പോയ സമയത്ത് രക്ഷപ്പെട്ടു, ഇത്രത്തോളം ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ കരുതിയായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയി, ബീഹാറിൽ ഭരണം പിടിച്ചു എന്നുള്ളതൊക്കെ മറ്റൊരു ചരിത്രം തന്നെയാണ്. ഇതിന് പകരമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആരായിരുന്നു? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേപോലെ അതിശക്തനായിട്ടുള്ള ഗവർണർ വന്ന സമയത്ത് ആർലേക്കർ, അതായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. ഓരോ ബുദ്ധിമുട്ടിനും ഗവർണറില്ല. പക്ഷെ രാജ്യത്തൊരു നിയമം നടപ്പിലാക്കിയാൽ അത് താനിരിക്കുന്ന കേരളത്തിൽ അത് അതേപോലെ നടപ്പിലാക്കാൻ എല്ലാ ശേഷിയുമുള്ള ഒരു ഗവർണർ തന്നെയാണ് ആർലേക്കർ എന്നുള്ളതും കേരളക്കര ഒന്നടങ്കം അങ്ങ് തിരിച്ചറിഞ്ഞു. RSSകാരനായിട്ടുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ഇതൊക്കെ എടുത്തു പറയാനും ചില കാരണങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയാണ് സംഘപരിവാർ, ഇങ്ങനെയാണ് സംഘപരിവാർ, RSS അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് പോലും RSSകാരനായിട്ടുള്ള ഗവർണറാണ് എന്നുള്ളത് സകല മലയാളികളും അങ്ങ് തിരിച്ചറിയണം. പ്രത്യേകിച്ച് UDFന്റെ മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ തിരിച്ചറിയാം, RSSകാരനായിട്ടുള്ള ഗവർണറാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. തമിഴ്നാട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ തമിഴ് വാഴ്ത്തുപാട്ടൊക്കെ ആയിരുന്നു വലിയ രീതിയിൽ എല്ലാ കാലത്തും നടത്താറുള്ളത്. അതായത് പ്രത്യേകിച്ച് MK സ്റ്റാലിന്റെ കാലത്തൊക്കെ ഈ തമിഴ്നാട്ടില് ഞങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്യൂ എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ തമിഴ്നാട് ഇപ്പൊ എന്ത് പറയുന്നു, വിജയ് വന്നു, ആദ്യം തന്നെ വന്ദേ മാതരം ആലപിച്ചു. ആളുകളൊക്കെ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധം, തമിഴ്നാട്ടിൽ ചെയ്തത് ശരിയായില്ല, തമിഴ് പാട്ട് തമിഴുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ആളുകൾ പ്രതിഷേധമൊക്കെ ഉയർത്താൻ പല സവലനങ്ങളിലും പല രീതിയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പൊ എന്ത് പറയുന്നു, തമിഴ്നാട് അവിടെ നിൽക്കട്ടെ, കേരളത്തിലും വന്ദേ മാതരം തന്നെയാണ് ആലപിച്ചിട്ടുള്ളത്. അതും അതിന്റെ എല്ലാ പൂർണ്ണതയിലും. അല്ല, ഈ വന്ദേ മാതരത്തിന് എന്ത് പറഞ്ഞിട്ട് ആളുകൾ എതിർക്കുന്നത്? അതിൽ എന്താണ് പ്രശ്നമുള്ളത്? നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, നമ്മുടെ പിതാമഹന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയ
ആ ഒരു പോരാട്ട വീര്യത്തിന് വലിയ രീതിയിലെ വൈകാരികത ആളിക്കത്തിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ മാതൃരാജ്യം, നമ്മുടെ മദർലാൻഡ് എന്ന വൈകാരികതയിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു ഗാനമല്ലേ ഈ പറയുന്ന വന്ദേ മാതരം. അത് ഓരോ ഭാരതീയന്റെയും അഭിമാനമല്ലേ. അത് മതഭേദമന്യേ പാർട്ടിഭേദമന്യേ ഇരുകയും നീട്ടി സ്വീകരിക്കേണ്ട സുന്ദരമായ ഒരു ഗാനമല്ലേ. ആ വന്ദേ മാതരത്തേക്ക് എതിർക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തെ എതിർക്കുന്നതിന് തുല്യ. ഈ വന്ദേ മാതരത്തെ എതിർക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ വ്യക്തമാക്കണം, നിങ്ങൾക്കൊക്കെ എന്താണ് അതിന്റെ വരികളിലെ പ്രശ്നം, എവിടെയാണ് അതിൽ ഒരു രാജ്യവിരുദ്ധതയും ആ ഒരൊറ്റ വരിയിലുമില്ല. വന്ദേ മാതരത്തിന്റെ ഒരൊറ്റ വരിയിൽ പോലും രാജ്യവിരുദ്ധതയില്ല. രാജ്യത്തോടുള്ള അകമഴിഞ്ഞ സ്നേഹം, ആ മണ്ണിനോടുള്ള കൂറ്, രാജ്യത്തെ പൗരന്മാർ അത് ആലപിക്കുന്നതിൽ എവിടെയാണ് അതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒരു തെറ്റ് കാണുന്നത്? പ്രത്യേകം ഓർക്കണം, പണ്ടുള്ള മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ലീഗ് എതിർത്തിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്തെ മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് ലക്ഷ്യമില്ലായിരുന്നു മതപരമായിട്ടൊരു രാഷ്ട്രം ഉണ്ടാവണമെന്ന്. അന്നത്തെ മുസ്ലിം ലീഗിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അവർ അതിനനുസരിച്ച് തന്നെ ഒരു രാജ്യം ഉണ്ടാക്കി. നമ്മുടെ രാജ്യത്തെ വെട്ടിക്കേറി മറ്റൊരു രാജ്യം അവർ ഉണ്ടാക്കി. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം പിറന്നു. ആ മുസ്ലിം ലീഗിന്റെ അതേ ആവശ്യം തന്നെയാണോ ഇന്ന് നമ്മുടെ കേരളത്തിൽ വരുന്ന ആവശ്യം? അതാണോ ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ആവശ്യം? അങ്ങനെയാണെങ്കിൽ പണ്ടുള്ള അതേ മുസ്ലിം ലീഗിന്റെ ബാക്കിയാണ് ഇന്നത്തെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും തെറ്റ് പറയാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നീക്കത്തിൽ UDF ക്യാമ്പ് ഒന്നടങ്കം അടിപാതറി ചിതറി അങ്ങ് പോയി എന്നുള്ളത് യാഥാർത്ഥ്യം. RSSനെതിരെ, BJPക്കെതിരെ, സംഘപരിവാറിനെതിരെ മലമറയ്ക്കുമെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയ ആളുകള് അടിപാതറി അങ്ങ് പോയി. വന്ദേ മാതരവും ഇപ്പോ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുൾപ്പെടെ അതെന്തോ സംഘപരിവാർ, ഇതൊക്കെ പറയാൻ ഇന്നത്തെ കോൺഗ്രസിന്റെ ഒരു ഉളുപ്പില്ലായ്മേ. രാജ്യം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട വന്ദേ മാതരത്തിന്റെ പൂർണ്ണ വരികൾ പോലും അത് മറ്റാരോ എന്തിൻ്റോ പേരിൽ എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആരെ പ്രേരിപ്പിക്കാനാ? പണ്ടത്തെ അതേ മുസ്ലിം ലീഗ് ഇന്നത്തെ മുസ്ലിം ലീഗിനും അതേ നിലപാട്. ആ മുസ്ലിം ലീഗിന് വേണ്ടിയാണോ കോൺഗ്രസ് ഇപ്പോ വന്ദേ മാതരത്തേക്ക് എതിർക്കാൻ ശ്രമിക്കുന്നത്? സകലരും തിരിച്ചറിയാ, UDFന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, നമ്മുടെ കേരളത്തിന്റെ ഗവർണർ, ശക്തമായ നിലപാടെടുത്ത് വന്ദേ മാതരത്തിന്റെ പൂർണ്ണ വരികളോടുകൂടി അതിന്റെ പ്രൗഢിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ ആലപിച്ചതൊക്കെ ഗവർണറുടെ ശക്തമായ നിലപാട് കൊണ്ടുകൂടിയാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. ഏതായാലും മുസ്ലിം ലീഗും അതിന്റെ പ്രവർത്തകരും അതിന്റെ മന്ത്രിമാരൊക്കെ ഇപ്പോ എന്തോ പറയുന്നു, രാജ്യത്തൊരു നിയമം നടപ്പിലാക്കിയാൽ അത് കേരളത്തിനും അതേപോലെ ബാധകമാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.